അസ്സലാമലൈക്കും. നമുക്കിനി മയോണീസും കെച്ചപ്പും ചില്ലി സോസും എല്ലാം ഒഴിവാക്കിയിട്ട് ഈ ഒരു സോസ് മാത്രം മതി കേട്ടോ. അടിപൊളി സോസ് നമുക്കെല്ലാം ഒഴിവാക്കി ഇനി വലിയ വില കൊടുത്ത് മയോണീസ്, ചില്ലി സോസ്, കെച്ചപ്പ് ഇതൊന്നും വാങ്ങണ്ട. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയും ഡ്രൈ ചില്ലിയും ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക. തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഗാർലിക് സോസിൻ്റെയിലും അതേ ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ഗാർലിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗാർലിക്ക് എന്താക്കുക, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് ഒരു അരക്കപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കസ്കസാണ്. 2 ടേബിൾ സ്പൂൺ കസ്കസ്, 1 ടീസ്പൂൺ ഷുഗർ, പിന്നെ ഒരു നുള്ള് ഉപ്പ്. ഇത് അടിച്ച് നല്ല പേസ്റ്റ് ആകാൻ ആവശ്യമായ ഒലീവ് ഓയിൽ. വെള്ളം ഉണ്ടാകാൻ പാടില്ല, ഒരു തുള്ളി. വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ 1-2 മാസം കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മയോണീസിനും കെച്ചപ്പിനും ചില്ലി സോസിനും ഗാർലിക് സോസിനും എല്ലാത്തിനും പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്താൽ മതി. ബ്രെഡിലായാലും സാൻഡ്വിച്ചിനായാലും പിന്നെ നമുക്ക് പിസ്സ ഉണ്ടാക്കുമ്പം പിസ്സ സോസിന് പകരം ഇത് യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യൂലേ, അന്നേരം ഇതും കുറച്ചിട്ട് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറാണ്. അപ്പം നമ്മൾ അടിപൊളി സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാൻഡ്വിച്ച് ആക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മയോണീസ് കെച്ചപ്പെല്ലാം സാൻഡ്വിച്ച് ആക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വാങ്ങുന്നതിന് പകരം ഈ ഒന്ന് മാത്രം വീട്ടിലുണ്ടാക്കിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലൊരു വീഡിയോ